ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്സ് ഒരു യൂട്യൂബർ എങ്ങനെയാവാൻ പാടില്ല എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ആ ചാനൽ. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുൻപാണ് ഞാൻ ആ ചാനലൊന്ന് കാണുന്നത്. അതിൻ്റെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ ഈ അപരാധം പറഞ്ഞ് ജീവിക്കാൻ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ എന്തോ അപരാധം പറഞ്ഞ് ജീവിക്കാൻ കേട്ടിട്ടില്ലേ, ആരെക്കുറിച്ചും എന്ത് തോന്നിയവാസവും പറഞ്ഞ് കാശുണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ അടുത്ത വീട്ടുകാരെ കുറിച്ചും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിർവൃതി അടയുക, സമാധാനം കണ്ടെത്തുക, സന്തോഷിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ, സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോൾ യൂട്യൂബിൽ കൂടി ആരെക്കുറിച്ചും എന്ത് തോന്നിയവാസവും പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് നേടുക, അതിൽ ആർക്കൊക്കെ വേദനിക്കുമെന്നോ ഒന്നും ആലോചിക്കാതിരിക്കുക. ഞാനിപ്പോൾ ആ ചാനലിൻ്റെ കുറച്ച് തമ്പനയിൽ നിങ്ങളെ കാണിക്കാം. ആ തമ്പനയിൽ കാണുമ്പോൾ തന്നെ ഇയാൾ എന്ത് തോന്നിയവാസമാണ് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് തോന്നും. അപ്പോൾ പിന്നെ ആ ചാനലിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാലോ, ഒരു പരിചയമില്ലാത്ത സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തമ്പനയിൽ വെക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ തമ്പനയിൽ. ഇത് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയത് ഇയാൾ എന്തൊരു ചെറ്റയാണെന്ന് തോന്നി. കാരണം എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അയാളുടെ ചാനലിൻ്റെ 1-2 വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന വേറൊരാളുണ്ട്, ശാന്തി വിള ദിനേശ്. പണ്ടത്തെ ഒരു ഡയറക്ടറൊക്കെ തന്നെയായിരുന്നു. സിനിമാക്കാരെ കുറിച്ച് ആൾക്ക് അറിയുന്ന കാര്യങ്ങളാണോ എന്ന് പോലും ദൈവത്തിന് അറിയാം. വളരെ മോശമായിട്ട് ആൾക്കാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, വളരെ വൾഗറായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾ. അതുപോലെയാണ് ഈ മനുഷ്യൻ. നമുക്കറിയാം, കുറച്ച് നാൾ മുൻപ് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ഒരു വിജയൻ നായർ, അയാളെ പോയിട്ട് തല്ലുകയും മഷിയെടുത്ത് ഒഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഷയം നമുക്കറിയാം. അതെന്തുകൊണ്ടാണ്? വളരെ വൾഗറായിട്ട്, വളരെ കൊള്ളാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ അടച്ചാക്ഷേപിച്ച്, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റിനെ ഉൾപ്പെടെ അടച്ചാക്ഷേപിച്ചതിന്റെ പേരിലാണ് അവരത് ചെയ്തത്. ഇയാളും അതേ ഒരു രീതി തന്നെയാണ് പോകുന്നത്. ലാലേട്ടനെ കുറിച്ചായിക്കോട്ടെ, അതുപോലുള്ള സിനിമാ മേഖലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അയാൾക്ക് നേരിട്ട് അറിയത്തുപോലുമില്ല ഈ പറയുന്ന ആളുകളെ. പക്ഷെ എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ച് പറയുകയാണ്. ഇനി പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആക്കും കിട്ടിയൊരു പണി. എന്താ പണിയെന്ന് ചോദിച്ചാൽ, 2-3 ദിവസം മുൻപ് ഇയാൾ ലക്ഷ്മി നക്ഷത്ര, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ആങ്കർ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഇടയ്ക്ക് എന്തോ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. ആങ്കറാണ്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് ഇതുപോലെ തന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ലക്ഷ്മി നക്ഷത്രം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ അയാളുടെ പുതിയൊരു വീഡിയോ കണ്ടു. ഒരു 2 ദിവസം മുൻപ് വന്നിട്ട വീഡിയോ ആണ്. ലക്ഷ്മി നക്ഷത്രം എനിക്കെതിരെ കേസ് കൊടുത്തു. ലക്ഷ്മി നക്ഷത്രത്തെ കണ്ടുമുട്ടിയത് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. അപ്പോൾ മുതലാണ് ആൾക്ക് മാനസാന്തരം വന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞാനിങ്ങനെ ഇത്തരം വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേദനിക്കുമോ എന്ന് ചിന്തിക്കണം. 1000-700 വീഡിയോസ് അയാളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അയാൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മാനസാന്തരം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ അല്ലെങ്കിൽ എടുത്ത് കളയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്താൽ ചാനൽ താഴെ പോവുമല്ലോ. പകരം വീഡിയോ ചെയ്തേക്കാണ്. അപ്പൊ ആ വീഡിയോയിൽ കൂടി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നല്ലവനായ ഉണ്ണിയായി, അതുകൊണ്ട് എന്നെ ആരും വിട്ടിട്ട് പോവല്ലേ എന്ന രീതിക്ക് വീണ്ടും അവിടെ റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് അയാൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ കുറെ കമന്റ്സ് ഉണ്ട്. തെറ്റ് മനസ്സിലായാൽ അത് തിരുത്തുന്നത് നല്ല കാര്യമാണ് അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിനുശേഷവും ശങ്കരൻ തെങ്ങിന്റെ തന്നെയാണ്. പുതിയ വിഷയം ബാലയുടെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് വീണ്ടും ചെയ്തേക്കുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടില്ല, എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും ആക്ഷേപിക്കാതിരിക്കുക, മോശമായിട്ട് ആരെയും ചിത്രീകരിക്കാതിരിക്കുക. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അതിനും ഒരു രീതിയുണ്ട്. ഇവിടെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ തല്ലിയിട്ടൊന്നും എനിക്കറിയത്തില്ല, കിട്ടേണ്ട പണിയാണ് ചെയ്തേക്കുന്നത്. അത്രയും ആ ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും, അത്രയും മോശമായിട്ടാണ് അതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന ജസ്റ്റ് സ്റ്റാർ വ്ളോഗ്, സുരേഷ് എന്നോ അങ്ങനെ തോന്നുന്ന ആളുടെ പേര്, അപ്പോൾ സുരേഷ് ചേട്ടാ, ഇനിയെങ്കിലും
മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ഇത്തരം മോശമായിട്ട് സംസാരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാ അത് ദഹിക്കുന്നത് എനിക്കറിയില്ല. മറ്റുള്ളവരെ കുറിച്ച് അപരാധം പറഞ്ഞ്, മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്സ് പറഞ്ഞ്, നയൻതാരയുടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛനാരാത്രേ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയുള്ള കണ്ടന്റാണ് ആൾ ചെയ്തേക്കുന്നത്. പിന്നെന്താണ് മോഹൻലാലിന്റെ 3000 പെണ്ണുങ്ങൾ എവിടെ? ഇതൊക്കെയാണ് ആളുടെ ചോദ്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ അയാളുടെ ചാനൽ കാണണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇത്തരക്കാരെ കഴിവതും നിരുത്സാഹപ്പെടുത്തുക, എനിക്കതേ പറയാനുള്ളൂ.